നിസ്കരിക്കുന്നതിന് ചില ഷർത്തുകളുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്രണ്ണാന്നറിയോ? എത്രണ്ണം? നല്ല കുട്ടി. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ആദ്യത്തത് എന്താണെന്നറിയോ? അറിയില്ല? ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നല്ല കുട്ടി ഉള്ളോ ചെയ്യുക. ഉള്ളോയിലുണ്ട് ചില ഷർത്തുകളും ഫർദുകളും. അതിന്റെ ഉള്ളോയിന്റെ ഫർദുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഉള്ളോയിന്റെ ഫർദുകൾ എത്രണ്ണാന്നറിയോ? 4 2 ഉള്ളോയിന്റെ ഫർദുകൾ 6 ഉണ്ട്. മോനെ ഉള്ളോയിന്റെ ഫർദുകൾ 6 ഉണ്ട്. അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ? ഒന്നാമത്തതാണ് നിയ്യത്ത്. എന്ത്? നിയ്യത്ത്. നിയ്യത്ത് നിയ്യത്ത് വെക്കേണ്ടത് ഉള്ളോയിന്റെ ഫർദിനെ ഞാൻ വീട്ടിൽ നിന്ന് വെച്ചാൽ മതി. അത് മുഖം കഴുകുന്നതോടുകൂടി അതിനെ കൊണ്ട് വെക്കുക. രണ്ടാമത്തത് എന്താണെന്നറിയോ? രണ്ടാമത്തതാണ് മുഖം കഴുകുക. ഉള്ളോയിന്റെ ഫർദുകൾ എത്രണ്ണുണ്ട്? 6. അതിലൊന്നാമത്തത് നിയ്യത്ത്. രണ്ടാമത്തത് അപ്പൊ മൂന്നാമത്തെ എന്താകും? 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക. 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക. മുഖം കഴുകുമ്പോ എന്ത് ചെയ്യുക? താഴെയുള്ളവരെ കാണിക്കുക. അതൊന്ന് തിക്കുക പറ്റുക. അതിനുള്ളതൊന്ന് വള്ളാക്കുക. അപ്പൊ നാലാമത്തത് തല തടവുക. ഈ തല തടവുക തലേന്റെ അതിർത്തിയിൽ തന്നെ തടവുക. തലേന്റെ അതിർത്തിന്റെ പുറത്ത് തടവരുത്. ചിലർ ഈ മുടിന്റെ ഇവിടെ ഇങ്ങനെ തടവും. അവിടെ തടവരുത്. തലേന്റെ അതിർത്തിയിൽ തന്നെ തടവുക. അഞ്ചാമത്തതാണ് 2 കാലും നെരിയാണി ഉൾപ്പെടെ കഴുകുക. 2 കാലും നെരിയാണി ഉൾപ്പെടെ കഴുകുമ്പോൾ എന്ത് ചെയ്യുക? ചുക്കി ചുളിഞ്ഞ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഇതാക്കുക. അവിടെയൊക്കെ വെള്ളം തീരും. ആറാമത്തതാണ് തെർത്തീബ്. തെർത്തീബ് എന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യുക? വഴിക്ക് വഴിയായി ചെയ്യുക. ഒന്നാമത്തത്, രണ്ടാമത്തത് മുഖം കഴുകുക. മൂന്നാമത്തതോ? നാലാമത്തെ 6 തെർത്തീബ് എന്ന് വെച്ചാൽ എന്താ? വഴിക്ക് വഴിയായി ചെയ്യുക. ഇവയെല്ലാം എന്ത് ചെയ്യുക? ഈ നിയ്യത്ത് മുഖം കഴുകുക, 2 കൈ മുട്ടുൾപ്പെടെ കഴുകുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ എന്ത് ചെയ്യുക? അതിന്റെ വഴിക്ക് വഴിയായി ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഓയിന്റെ ഫർദുകളിൽ പെട്ടതാണ്. പിന്നെ മുഖം കഴുകേണ്ടത്. മുഖം കഴുകുമ്പോ എന്ത് ചെയ്യുക? ഈ ചെവിക്കുട്ടീൻ്റെ മുന്നോട്ടിട്ട് ഈ ചെവിക്കുട്ടീൻ്റെ കുറ്റി വരും. പിന്നെ ഈ സാധാരണ മുടി കൊടുക്കില്ല, അവിടെ നിന്നിട്ട് എന്താ താടിയല് വരെയാണ് എന്ത് ചെയ്യുക? കഴുകേണ്ടത്. അത് കഴുകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തെർത്തീബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയ്യത്ത് മുഖം കഴുകുക, 2 കൈയും മുട്ടും ഉൾപ്പെടെ കഴുകുക എന്നല്ല. പിന്നെ തല തടവുക, 2 കാലും നെരിയാണി ഉൾപ്പെടെ കഴുകുക. പിന്നെ ഈ പറഞ്ഞ 5 കാര്യങ്ങളുണ്ടല്ലോ, അത് വഴിക്ക് വഴിയായി ചെയ്യുക. അതാണ് തെർത്തീബ്. ഉള്ളോയിന്റെ ഫർദിനെ ഞാൻ വീട്ടുള്ളൂ. വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? മോൻക്കുണ്ടോ? എനിക്കോ? എല്ലാവരും ഉഷാറല്ലേ? ഒരു ഉഷാറില്ലാത്തത് എല്ലാം 6 കാര്യങ്ങളും മനസ്സിലായ? അവിടെ നോക്കാതെ പറയണട്ടെ. ഞാൻ ചോദിക്കുമ്പോ
ആറാമത്തെ എന്താ? തർത്തീബ്. അപ്പൊ അഞ്ചാമത്തതോ? അപ്പൊ ഒന്നാമത്തതോ? നിയത്ത്. മൂന്നോ? വലിയ കുട്ടി, നല്ല കുട്ടികൾ. എല്ലാവരും ക്ലാസ്സൊക്കെ ശ്രദ്ധിക്കണ്ടല്ലേ? പിന്നെ കൈ കഴിയുമ്പോ എന്ത് ചെയ്യുക? നമ്മൾ മുപ്പിൽ ഇവിടെ കൈകാന്നല്ലോ, അത് കുറച്ച് കയറ്റി കഴിക്കാൻ എന്ത് ചെയ്യാണ്? സുന്നത്തും ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഫർളുകളിൽ ഇപ്പൊ അങ്ങനെ തന്നെ പറയാനുള്ളൂ. ഇനി പിന്നെ വിശദീകരിച്ച് പറയാനുള്ള നമുക്ക് ടൈമില്ല. അപ്പൊ 3 സലാത്ത് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.